ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ iOS 14, iOS 15 എന്ന് പറയുന്ന ആ ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് തരുന്ന ഫൈനലായിട്ട് നിങ്ങൾക്ക് തരുന്നതിന് മുമ്പുള്ള ഒട്ടും പണി തീരാത്ത ഒരു വെർഷനാണിത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതാത് സമയം ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗകര്യം കൂടി ഈ ബീറ്റ വെർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിനൊക്കെ ഒരു അഡീഷണൽ ടാസ്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി ലൈഫ്, പിന്നെ ഫോൺ ചൂടാവുന്നത്, അമിതമായ ഡാറ്റ കൺസപ്ഷൻ, എന്നിങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്നൊരു പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണ് ഈ iOS പുതിയ ബീറ്റ വെർഷൻ റൺ ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അമിതമായ ബാറ്ററി ഡാറ്റ കൺസപ്ഷനൊക്കെ ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഐഫോണിലെ ഫോട്ടോസ് ആപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഗ്യാലറിയിലുള്ള എല്ലാ ഫോട്ടോസും സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമതൊന്നും കൂടി ഒന്ന് കാറ്റലോഗ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് അമിതമായിട്ട് ഫോൺ ഒന്നും കൂടി A to Z വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ ചില ആപ്സ് എന്തെങ്കിലും ബഗ് കാരണം ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ബാറ്ററി അമിതമായിട്ട് കൺസ്യൂം ചെയ്യും. സെറ്റിങ്സിൽ ബാറ്ററി എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏത് ആപ്സൊക്കെയാണ് ഈ ബാറ്ററി അമിതമായിട്ട് ഉപയോഗിക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ മിക്കവാറും രാത്രികളിൽ ഈ ബഗ് റിപ്പോർട്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതൊക്കെ ആപ്പാണ് ഈ ബീറ്റ വെർഷനിൽ ക്രാഷായത്, എന്തൊക്കെ ആപ്പിനാണ് പ്രശ്നങ്ങളുണ്ടായിരുന്നത്, പിന്നെ അതുപോലെ ഈ ഐഫോണിനുള്ളിലുള്ള വിവിധ ഹാർഡ്വെയർ കോമ്പണൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ. അപ്പോൾ ഇതൊക്കെ അതാത് സമയത്തുള്ള ആ എറർ റിപ്പോർട്ട് നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് ആപ്പിളിന് അയച്ചു കൊടുക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഫോൺ ഉപയോഗിക്കാത്ത സമയത്ത് വൈഫൈ ആയിട്ട് കണക്റ്റ് ആയിരിക്കുന്ന സമയത്തായിരിക്കണം ഇതൊക്കെ ആപ്പിളിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ ടാസ്ക് ഒക്കെ ഈ ബീറ്റ വെർഷനിലുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം. ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ഫോണിൽ ബീറ്റ വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈവൻ ഗ്യാരണ്ടി പോലും നമ്മുടെ ഫോണിന് കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ആപ്പിളിൻ്റെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരാദ്യം പറയും ബീറ്റ വെർഷൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഫോണും കൊണ്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ iOS 14 അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന വെർഷനിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ആവശ്യത്തിനായിട്ട് നമുക്ക് ആപ്പിൾ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ ബീറ്റ വെർഷൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. നമ്മളതെല്ലാവരും അറിഞ്ഞിരിക്കണം. ബീറ്റ വെർഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബീറ്റ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യണം. ബീറ്റ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ലിങ്കിൽ പോയിട്ട് ഡെവലപ്പർ ബീറ്റയുടെ പ്രൊഫൈലാണ്, അത് നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ജനറലിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, സാധാരണ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെക്ക് ഫോർ അപ്ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ iOS 15 ബീറ്റ കാണിക്കും. ഏറ്റവും ശ്രദ്ധിക്കണം, ഞാൻ എടുത്തു പറയുകയാണ്, ഇത് ബീറ്റ വെർഷനാണ്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബഗ്സും ഫൈനലായിട്ട് വരുന്ന ആ ഒരു പതിപ്പിനേക്കാളും ഒത്തിരി പ്രശ്നങ്ങളുള്ളതായിരിക്കും. കാരണം തികച്ചും പൂർണ്ണമല്ലാത്തൊരു വെർഷനാണിത്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആപ്പിൾ പോലും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സെക്കൻഡറി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളതൊന്നും നോക്കാറൊന്നുമില്ല. നമ്മൾ ബീറ്റ എന്ന് കേൾക്കുമ്പോഴേ ചാടി വീഴും. ഞാനും അങ്ങനെ എക്സൈറ്റഡ് ആണ്, എല്ലാവരും എക്സൈറ്റഡ് ആണെന്നറിയാം.